അജിത് കുമാറിന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയതിൽ പ്രതികരണവുമായി PV അൻവർ. അജിത് കുമാറിനെതിരെ താൻ ഉന്നയിച്ച നടപടികളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇത് പ്രതീക്ഷിച്ച നടപടിയാണെന്നും ഒപ്പിച്ചെടുത്ത റിപ്പോർട്ടാണിത് എന്നും PV അൻവറുടെ ആരോപണം. അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണ റിപ്പോർട്ട് കേരളത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അതിനെല്ലാം തട്ടിമാറ്റി താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത അന്വേഷണ റിപ്പോർട്ടാണിത് എന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തതെന്നും PV അൻവർ പറയുന്നു. അജിത് കുമാറിനെ DGP ആക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് അനിവാര്യമാണ്. ചെയ്തുവെച്ച കള്ളത്തരങ്ങൾ മറയ്ക്കാനാണ് ശ്രമം. അതുകൊണ്ട് തന്നെ ക്ലീൻ ചിറ്റുകൾ ഇനിയും കൊടുക്കും. ഇനി LDFന് ഭരണമില്ലെന്ന് മൂക്ക് താഴേക്കുള്ള എല്ലാവർക്കും അറിയാം. അജിത് കുമാർ ക്ലീൻ അല്ല, ക്ലീൻ ആക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് മടിയിൽ മാത്രമല്ല കനം. അതുകൊണ്ട് അജിത് കുമാറിനെ തൊടില്ല. പരാതിക്കാരനായ തനിക്ക് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. റിപ്പോർട്ട് ലഭിച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. അതേസമയം PV അൻവറിന്റെ പരാതിയിലായിരുന്നു അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടന്നത്. വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയതായി കണ്ടെത്താനായില്ല എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. പുതിയ DGPയെ തിരഞ്ഞെടുക്കാനുള്ള സർക്കാർ നടപടി പുരോഗമിക്കുന്നതിനിടെയാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിരിക്കുന്നത്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തു എന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നുമായിരുന്നു അൻവറിന്റെ ആരോപണം. എന്നാൽ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താനായത് എന്നാണ് റിപ്പോർട്ടുകൾ. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വെറും പുകമറയായി മാറുകയായിരുന്നു. ഇതിനിടെ ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ തെളിവുകൾ ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ല. അനധികൃത സ്വത്ത് സമ്പാദനം, തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നിരുന്നു. എന്നാൽ പരാതി നൽകിയ PV അൻവർക്ക് തെളിവുകളൊന്നും കൈമാറാൻ ആയില്ല. ആരോപണങ്ങൾക്കപ്പുറം PV അൻവർക്ക് തെളിവ് നൽകാനാകാതെ വന്നതും ADGP അജിത് കുമാറിന് തുണയായി. RSS നേതാക്കളെ കണ്ടു എന്നത് ഗുരുതരമായ കാര്യമോ കുറ്റകൃത്യമോ നിരോധിതമായ കൂടിക്കാഴ്ചയോ അല്ല. IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് അച്ചടക്ക കാര്യങ്ങൾ തീരുമാനിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSSകാരാണ്. അതിനാൽ തന്നെ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടു എന്നതിൽ വലിയ കാര്യമില്ല. മാത്രമല്ല ADGP MR അജിത് കുമാറിനെതിരെ വർഗീയ ധ്രുവീകരണത്തിനും മുസ്ലിം വിഭാഗത്തിന്റെ രോഷം അഴിച്ചുവിടാനുമായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയത്. എന്നാൽ അധിക ദിവസം ആരോപണം ആരും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, മുസ്ലിം രോഷമുണ്ടാക്കാനും PV അൻവറിന്റെ നീക്കം ചീറ്റുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഹൌസിലെ മരം മുറി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ADGPക്ക് എതിരെ ഉന്നയിച്ചിരുന്നത്. ഇക്കാര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. വ്യാജമൊഴി നൽകിയതിൽ P. വിജയൻ നൽകിയ പരാതിയിന്മേലുള്ള തീരുമാനം വൈകുന്നതിനിടെയാണ് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയിരുന്നു. PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നത്. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത്. ഇതിനായി അജിത് കുമാറിന്റെ മൊഴി എടുക്കുന്നതിനിടെയാണ് P. വിജയനെതിരെ മൊഴിയും നൽകിയത്. അതേസമയം സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയുടെ 6 പേരുടെ പട്ടിക തയ്യാറാക്കിയതിൽ MR അജിത് കുമാറും ഉൾപ്പെട്ടിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തിയാണ് മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയത്. 2025 ജൂണിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. ഈ ഒഴിവിലേക്ക് തയ്യാറാക്കിയ പട്ടികയിലാണ് അജിത് കുമാറും ഇടം പിടിച്ചിരിക്കുന്നത്. നിരവധി ആരോപണങ്ങളെ തുടർന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. വിവിധ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നതിനിടയിലാണ് DGP പട്ടികയിൽ അജിത് കുമാറിന്റെ പേര് ഇടം പിടിച്ചത്. 30 വർഷം IPS സർവീസ് പൂർത്തിയാക്കുന്നവരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ അജിത് കുമാറിന് പുറമെ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ A. ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.